ഹായ്, നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി വലിയ വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഹോസ്റ്റൽ അല്ലെങ്കിൽ ലോഡ്ജ് ഹൊറർ കോമഡി ജോണറിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് കറക്കം. ചാർലീസ് എൻ്റർപ്രൈസസ് എന്ന ചിത്രത്തിന് ശേഷം സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഹൊറർ കോമഡി എന്നതിലുപരി ഒരു റെട്രോ മ്യൂസിക്കൽ ഹൊറർ കോമഡി പരീക്ഷണമാണ് സുഹൃത്തുക്കളെ. 1 മണിക്കൂർ 44 മിനിറ്റ് മാത്രമുള്ള ഈ കൊച്ചു ചിത്രത്തിൻ്റെ വിശദമായ റിവ്യൂ ആണ്. സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിൽ ശ്രീനാഥ് ബാസി ധനുഷ് എന്ന കഥാപാത്രമായി എത്തുകയാണ്. പ്രവീൺ ടി ജി ഖാജ എന്ന കഥാപാത്രമായി എത്തുകയാണ്. ഈ 2 ഉത്തരവാദിത്തമില്ലാത്ത യുവാക്കളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിക്ക് ശേഷം ലോഡ്ജിൽ ഉണ്ടാകുന്ന ഒരു അടിപിടിയെ തുടർന്ന് ഇവർ രണ്ടുപേരും മദ്യലഹരിയിൽ ഒരു സെമിത്തേരിയിൽ ചെന്നെത്തുകയാണ്. അവിടെ വെച്ച് അവിവേകത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യഗൗരവങ്ങളൊന്നും അറിയാതെ 5 കല്ലറകളിലെ കുരിശുകൾ ഇവർ പിഴുതെറിയുകയാണ്. ഈ ഒരു സംഭവത്തോടെ ഇവരുടെ ജീവിതം മാറിമറിയുകയാണ്. കല്ലറകളിൽ നിന്നും ഉണരുന്ന 5 റെട്രോ ആത്മാക്കൾ ഇവരെ പിന്തുടരുകയാണ്. പരമ്പരാഗതമായ വെള്ളത്തുണി ഉടുത്ത പേടിപ്പിക്കുന്ന പ്രേതങ്ങളല്ല ഇവർ, മറിച്ച് പഴയകാല ബാർ ഡാൻസ് റോക്ക് സ്റ്റാർ സംസ്കാരവുമായി ബന്ധമുള്ള കളർഫുൾ ആത്മാക്കളാണ്. ഈ പ്രേതബാധയിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിലെ കോമഡികളുമാണ് സിനിമയുടെ ഇതിവൃത്തം അല്ലെങ്കിൽ സിനിമയുടെ കാതൽ എന്ന് പറയുന്നത്. സംവിധാനവും തിരക്കഥയും നോക്കുവാണെങ്കിൽ സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ, നിപിൻ നാരായണൻ, അർജുൻ നാരായണൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ കാതലായ ആശയം, ദ കോർ കൺസെപ്റ്റ് വളരെ പുതുമയുള്ളതും രസകരവുമാണ്. പ്രത്യേകിച്ച് പ്രേതങ്ങളെ റെട്രോ ലുക്കിൽ അവതരിപ്പിച്ച ശൈലി. എങ്കിലും തിരക്കഥയ്ക്ക് കൂടുതൽ ആഴം നൽകാൻ എഴുത്തുകാർക്ക് സാധിച്ചില്ല എന്നൊരു പോരായ്മ കൂടിയുണ്ട്. പലയിടത്തും ഒരു സാധാരണ പ്രതികാര കഥയുടെ ചട്ടക്കൂടിലേക്ക് സിനിമ ഒതുങ്ങിപ്പോകുകയാണ്. എന്നാൽ രണ്ടാം പകുതിയിലെ കൗണ്ടർ ഡയലോഗുകളും പോലീസിനെ ഉൾപ്പെടുത്തിയുള്ള സിറ്റുവേഷണൽ കോമഡികളും സംവിധായകൻ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അഭിനേതാക്കളുടെ പ്രകടനം നമുക്ക് നോക്കുവാണെങ്കിൽ ശ്രീനാഥ് ബാസി നമ്മൾ മുൻപ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹണീബി, നോർത്ത് 24 കാദം എന്നീ ചിത്രങ്ങളിലെ പോലെ തന്നെ സ്വാഭാവികമായ നർമ്മം കൈകാര്യം ചെയ്യുന്ന ശ്രീനാഥ് ബാസിയെ ഈ ചിത്രത്തിൽ തിരികെ ലഭിക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. ടൈമിംഗ് കോമഡികൾ പുള്ളിക്കാരൻ ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രവീൺ ടി ജി ഖാജയായി എത്തുമ്പോൾ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ചെക്കനാണ്. ഗംഗയായി വന്ന് കയ്യടി നേടിയ പ്രവീണിനെ മിക്കപ്പോഴും ദേഷ്യക്കാരനായ കഥാപാത്രങ്ങളിലാണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിലെ ഖാജ എന്ന കഥാപാത്രത്തെ വളരെ സൂക്ഷ്മവും ശാന്തവുമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഫെമിന ജോർജ് ആദ്യ പകുതിയിൽ അധികം സ്പേസ് ഇല്ലെങ്കിലും രണ്ടാം പകുതിയിൽ കഥാഗതിയിൽ നല്ലൊരു പ്രാധാന്യം ഫെമിനയുടെ കഥാപാത്രത്തിനുണ്ട് എന്ന് വേണം പറയാൻ. മറ്റു താരങ്ങളായ അഭിറാം രാധാകൃഷ്ണൻ തൻ്റെ പതിവ് ശൈലിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട്. രോമാഞ്ചം ഫെയിം മിഥുട്ടി, ബിജുക്കുട്ടൻ, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോൾ ലാൽ എന്നിവരും സ്ക്രീനിൽ തിളങ്ങിയിട്ടുണ്ട്. ആത്മാക്കളുടെ കൂട്ടമായി വന്ന ഷൗൺ റോമി ഉൾപ്പെടെയുള്ളവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിർമ്മാണത്തിൻ്റെ കാര്യമെടുക്കുവാണെങ്കിൽ ബ്ലാക്ക് ടർട്ടിൽ പ്രൊഡക്ഷൻസിൻ്റെയും ക്രൗൺ സ്റ്റാർസ് എൻ്റർടൈൻമെൻറ്റിൻ്റെയും ബാനറിൽ കിംബർലി ട്രിനിഡാഡ്, അങ്കുഷ് സിംഗ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രമാണെങ്കിലും സിനിമ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ മൂല്യം പുലർത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ ചിലയിടങ്ങളിലെ 2D അനിമേഷനുകൾ ബഡ്ജറ്റ് പരിമിതികളിൽ ഒക്കെ നമുക്ക് പ്രകടമാണെങ്കിലും ഏറെക്കുറെയൊക്കെ നന്നായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. സംഗീതവും പശ്ചാത്തല സംഗീതവും ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവുകളിലൊന്ന് സാം CS ഒരുക്കിയ സംഗീതമാണ്. ഇതൊരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ആയതിനാൽ പാട്ടുകൾക്കും പശ്ചാത്തല സംഗീതത്തിനും വലിയ പ്രാധാന്യമുണ്ട്. തിയേറ്റർ വിട്ടിറങ്ങിയാലും പാട്ടുകൾ പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കും എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അൻവർ അലി, വിനായക് ശശികുമാർ, മൊഹ്സിൻ പരാരി തുടങ്ങിയവരുടെ വരികളും സംഗീതത്തോട് നീതി പുലർത്തി എന്ന് വേണം പറയാൻ. ഛായാഗ്രഹണം, സിനിമാറ്റോഗ്രാഫറുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ബബ്ലു അജു ആണ് ചിത്രത്തിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ലോഡ്ജിൻ്റെ പശ്ചാത്തലവും രാത്രികാലങ്ങളിലെ സെമിത്തേരി ദൃശ്യങ്ങളും
റെട്രോ ആത്മാക്കളുടെ കളർഫുള്ളായ എൻട്രികളും വളരെ ഊർജ്ജസ്വലമായി ക്യാമറയിൽ പകർത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഹൊറർ മൂഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ കളർഫുൾ ആയ വിഷ്വൽസ് നൽകാനായിട്ട് ഛായാഗ്രഹണത്തിന് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രേക്ഷക പ്രതികരണം, ഓഡിയൻസ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ബുക്ക് മൈ ഷോയിലും തിയേറ്ററുകളിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഗൗരവമേറിയ വന്യമായ കഥകൾക്ക് പകരം യുക്തി അധികം നോക്കാതെ തന്നെ കുറച്ച് വട്ടും കുറച്ച് തമാശയും നല്ല പാട്ടുകളുമായി ഒരു ഫൺ റൈഡ് ആഗ്രഹിക്കുന്നവർക്ക് കറക്കം ഒരു വൺ ടൈം വാച്ചബിൾ എൻ്റർടൈനറാണ് എന്ന് ഞാൻ പറയും. കഥയിലെ ചെറിയ പോരായ്മകളെ കോമഡിയും മ്യൂസിക്കും കൊണ്ട് സിനിമ മറികടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 3.5 ഔട്ട് ഓഫ് 5 ആണ് പ്രേക്ഷകർ ഇതിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ഒരു ഫൺ ഹൊറർ മൂവി പ്രേമികൾക്ക് അനുയോജ്യമായ ഒരു സിനിമയാണിത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഥവാ നിങ്ങൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അതും എഴുതുക. ഇതുവരെ സിനിമാ വിശേഷങ്ങൾ കണ്ടിരുന്ന നിങ്ങൾക്ക് വളരെയധികം നന്ദി. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷവുമായി വരുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സിതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.